കുറേ നാളിന് ശേഷം ഞാൻ യൂട്യൂബിലൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എപ്പോഴും വിചാരിക്കും ഒന്ന് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെന്ന്. എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുകയും ചെയ്യും. പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള ഒരു മടി കാരണം ഞാൻ അത്ര വലിയ എഡിറ്റിംഗ് പുള്ളിയൊന്നുമല്ല. അപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം ഞാനത് ഇടാറില്ല. പിന്നെ കാസർഗോഡ് ജില്ലയിലുള്ള പടന്ന എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കഞ്ഞിഹട്ടിലാണ് ഞാൻ പോയിട്ടുണ്ടായത്. ഇവിടെ ഒട്ടുമിക്ക ആൾക്കാരും ഓൾറെഡി വന്നു പോയിട്ടുണ്ടാവും. ഞാൻ തന്നെ ഒരു 3-4 പ്രാവശ്യം ഓൾറെഡി വന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ ആശയ്ക്ക് ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ആശയ്ക്ക് എപ്പോഴും പറയും എനിക്ക് അവിടെ പോയി ഒന്ന് കഴിക്കണം. കാരണം നമ്മളെപ്പോഴും കഴിച്ചിട്ട് ഇങ്ങനെ പൊക്കിയടിക്കാൻ ഇത്രയും ഉണ്ട്. അത്രയും നല്ലൊരു ചെറുതല്ല, കുറച്ച് വലിയ കഞ്ഞിക്കട തന്നെയാണ്. നല്ല തിരക്കുണ്ടാവും ചില ദിവസങ്ങളിൽ ഇവിടെ. അപ്പോൾ നമ്മൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും നേരത്തെ ഇറങ്ങും. നേരത്തെ ഒരു 1 മണി 1:30 ആകുമ്പോഴേക്കും ഇവിടെ എത്താൻ നോക്കും. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി തിരക്ക് കുറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും. പിന്നെ ഈ കായലിൻ്റെ സൈഡൊക്കെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു രസമാണ്. ഈ മോരൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഈ കൊള്ളി എടുത്ത് മീൻകറിയിലൊക്കെ മുക്കി ഇങ്ങനെ കഴിക്കുമ്പോൾ അതിൻ്റെ വൈബ് വേറെ തന്നെയാണ്. മീൻ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ഞാനൊരു ഏരിയും ചെമ്മീൻ ഫ്രൈ ആണ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ചെമ്മീൻ എന്ന് വെച്ചാൽ എൻ്റെ ഫേവറേറ്റാണ്. ഞാൻ ഈ വലിയ മീനൊക്കെ കഴിക്കൽ വളരെ കുറവാണ്. പക്ഷെ കുറവാണ്. ചെമ്മീൻ ഉണ്ടെങ്കിലും ഞാൻ ഒരു കാലം ചട്ടിയും തീർക്കുന്ന എൻ്റെ ഉമ്മ പണ്ട് എപ്പോഴും പറയാറുണ്ട്. അത്രയ്ക്ക് ഇഷ്ടമാണ്. എൻ്റെ ചെമ്മീൻ കഥകളൊക്കെ ഉണ്ട്. പണ്ട് ചെറുപ്പത്തിൽ ഉറങ്ങിണീറ്റ് വരുമ്പോൾ നിലത്ത് ചെമ്മീൻ കണ്ട് ഞാനെടുത്ത് തിന്നു എന്നൊക്കെ പറഞ്ഞ് തന്നെ അത് ശരിയാണ്. അങ്ങനെ ഒരു സ്റ്റോറിയും ഉണ്ട്, അങ്ങനെ നടന്നിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ ഓർക്കും ഞാൻ എപ്പോഴും ചെമ്മീൻ കാണുമ്പോൾ. ഇവിടുത്തെ എല്ലാവരും കളിയാക്കും ചെയ്യും ചെമ്മീൻ കാണുമ്പോൾ. അപ്പോൾ ഈ ഒരു കായലോരത്ത് സൈഡിൽ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നല്ല രസമാണ്. വരാത്തവർ ട്രൈ ചെയ്ത് നോക്കാം.